ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയും കത്തോലിക്കാ സഭാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടൊപ്പം സിസ്റ്റൈൻ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടനിലെ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് കത്തോലിക്കാ സഭയിലെ പരമാധ്യക്ഷനുമായി ബ്രിട്ടീഷ് രാജാവ് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ചയാണ് ലയോ 14 പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എക്യുമെനിക്കൽ പ്രാർത്ഥനയിൽ രാജദമ്പതികൾ പങ്കെടുക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വേർതിരിഞ്ഞുപോയ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിനു ശേഷം ആദ്യമായി കത്തോലിക്കാ സഭയുടെ വലിയ ഇടയനും ബ്രിട്ടീഷ് രാജാവും ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്കായാണ് ഒരുങ്ങുന്നത്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ജൂബിലി വർഷത്തെ പ്രമേയത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ഇംഗ്ലണ്ടിലെ സഭയുടെയും കത്തോലിക്കാ സഭയുടെയും എക്യുമെനിക്കൽ പരിപാടി ഈ സന്ദർശന വേളയിൽ ആഘോഷിക്കുമെന്നും ബക്കിംഗ്ഹാം കൊട്ടാരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ദിവസങ്ങളിൽ വത്തിക്കാനിലേക്ക് സന്ദർശനം നടത്തുന്ന ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയും ലയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ഒക്ടോബർ 23 പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ മൈക്കലാഞ്ചലോ വരച്ച ചിത്രത്തിന് താഴെയാണ് സൃഷ്ടിയുടെ പരിപാലനത്തിനായുള്ള എക്യുമെനിക്കൽ പ്രാർത്ഥനയിൽ ചാൾസ് 3 രാജാവ് പങ്കെടുക്കുക. പ്രാർത്ഥനയ്ക്ക് മാർപ്പാപ്പ നേതൃത്വം നൽകും. പരിസ്ഥിതി സംരക്ഷണത്തിനായി സമർപ്പിതരായ വ്യക്തികളുമായും സംഘടനകളുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് രാജാവും രാജ്ഞിയും റോമൻ മതിലുകൾക്ക് പുറത്തുള്ള സെന്റ് പോൾ ബസിലിക്ക സന്ദർശിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് 12 ദിവസം മുൻപ് ഏപ്രിൽ 9 രാജാവും രാജ്ഞിയും വത്തിക്കാൻ സന്ദർശിച്ചിരുന്നു. ഫ്രാൻസിസ് പാപ്പ താമസിച്ചിരുന്ന കാസ സാന്തയിൽ വെച്ചായിരുന്നു അന്ന് നടന്ന സ്വകാര്യ കൂടിക്കാഴ്ച. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.